പുടിൻ്റെ പ്രതികാരം അടങ്ങുന്നില്ല. യുക്രൈൻ തന്ത്രപ്രധാനമായ വിമാനത്താവളങ്ങളിൽ ഡ്രോൺ ആക്രമണം നടത്തിയതിന് പിന്നാലെ റഷ്യ യുക്രൈന് കനത്ത തിരിച്ചടിയാണ് നൽകിയത്. യുക്രൈനെതിരെ ഒറ്റ രാത്രി കൊണ്ട് റെക്കോർഡ് വ്യോമാക്രമണമാണ് റഷ്യ നടത്തിയത്. റഷ്യ യുക്രൈൻ ആക്രമണം തുടങ്ങിയ ശേഷം റഷ്യ നടത്തിയ ഏറ്റവും കനത്ത ആക്രമണമാണിത്. റഷ്യ 479 ഡ്രോണുകൾ ഉപയോഗിച്ചതായി കീവ് വ്യോമസേന തിങ്കളാഴ്ച അറിയിച്ചു. വെടിനിർത്തലിനുള്ള നിർദ്ദേശം റഷ്യ തള്ളിക്കളഞ്ഞിരുന്നു. പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ യുക്രൈൻ്റെ വിവിധ മേഖലകളിൽ റഷ്യ ഡ്രോൺ മിസൈൽ ആക്രമണം നടത്തിയത്. എന്നാൽ 460 ഡ്രോണുകൾ വെടിവെച്ചിടുകയോ പ്രതിരോധിക്കുകയോ ചെയ്തതായി കീവ് വ്യോമസേന അവകാശപ്പെട്ടു. റഷ്യ രാത്രിയിൽ തൊടുത്ത 20 മിസൈലുകളിൽ 19 എണ്ണവും വെടിവെച്ചിട്ടതായും വ്യോമസേന അറിയിച്ചു. ആക്രമണം യുക്രൈൻ്റെ വിവിധ മേഖലകളിൽ നാശനഷ്ടങ്ങൾ വരുത്തി. എന്നാൽ ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും യുക്രൈൻ അവകാശപ്പെടുന്നു. 10 സ്ഥലങ്ങളിൽ റഷ്യ വ്യോമാക്രമണങ്ങൾ നടത്തി യുക്രൈൻ വ്യോമസേന പറയുന്നു. പടിഞ്ഞാറൻ നഗരമായ റിവിനയുടെ മേയർ ഒലെക്സാണ്ടർ ട്രത്യാക് യുദ്ധം ആരംഭിച്ച ശേഷം മേഖലയ്ക്കെതിരെ നടത്തിയ ഏറ്റവും വലിയ ആക്രമണമാണ് ഉണ്ടായതെന്ന് വെളിപ്പെടുത്തി. സമീപ ആഴ്ചകളിൽ റഷ്യ യുക്രൈനിലുടനീളം ആക്രമണം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 3 വർഷമായി തുടരുന്ന അധിനിവേശം നിർത്താൻ മോസ്കോയ്ക്ക് ഉദ്ദേശമില്ല. സമാധാന ചർച്ചകളെ ഗൗരവത്തോടെ കാണുന്നില്ല എന്നാണ് ഇത് തെളിയിക്കുന്നതെന്നും യുക്രൈൻ കുറ്റപ്പെടുത്തുന്നു. റഷ്യയുടെ ആക്രമണം യുക്രൈൻ്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളുടെ ശേഷിയെക്കുറിച്ച് ആശങ്ക ഉയർത്തിയിട്ടുണ്ട്. എന്നാൽ 460 ഡ്രോണുകളും റഷ്യ രാത്രിയിൽ തൊടുത്തുവിട്ട 20 മിസൈലുകളിൽ 19 എണ്ണവും വെടിവെച്ചിടുകയോ തടയുകയോ ചെയ്തതായി വ്യോമസേന അവകാശപ്പെടുന്നുണ്ട്. റഷ്യയിൽ ഡ്രോണുകളുടെ ഭാഗങ്ങൾ നിർമ്മിക്കുന്ന ഒരു ഇലക്ട്രോണിക്സ് ഫാക്ടറിയിൽ ആക്രമണം നടത്തിയതായും യുക്രൈൻ വെളിപ്പെടുത്തി. ആക്രമണത്തിന് ശേഷം ഈ ഫാക്ടറിയുടെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വന്നതായി റഷ്യൻ ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഡ്രോണുകളുടെയും മിസൈലുകളുടെയും ഭാഗങ്ങൾ നിർമ്മിക്കുന്ന തന്ത്രപ്രധാന യൂണിറ്റിലാണ് യുക്രൈൻ ആക്രമണം നടത്തിയത്. യുക്രൈൻ സ്റ്റേറ്റ് മീഡിയ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ എക്സിൽ പങ്കുവച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം റഷ്യയ്ക്ക് നേരെ കനത്ത ആക്രമണമാണ് യുക്രൈൻ നടത്തിയത്. റഷ്യയുടെ വ്യോമത്താവളങ്ങളെ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണം റഷ്യയ്ക്ക് വലിയ ക്ഷീണമായി. വില കുറഞ്ഞ ഡ്രോണുകൾ ഉപയോഗിച്ചാണ് റഷ്യയുടെ വ്യോമത്താവളങ്ങളിലെ അത്യാധുനിക വിമാനങ്ങൾക്ക് നേരെ യുക്രൈൻ ആക്രമണം നടത്തിയത്. പിന്നാലെ തിരിച്ചടിക്കുമെന്ന് റഷ്യ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതിശക്തമായ മറുപടിയാണ് റഷ്യ യുക്രൈന് നൽകിയത്. യുക്രൈനെതിരെ ഇതുവരെ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും വലിയ ആക്രമണമാണ് റഷ്യ നടത്തിയത്. 400 ഡ്രോണുകളും 40 മിസൈലുകളും ഉപയോഗിച്ച് യുക്രൈനിലുടനീളം റഷ്യ ആക്രമണം നടത്തിയതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. റഷ്യ ആക്രമണം നടത്തിയതായി യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും പിന്നീട് സ്ഥിരീകരിച്ചു. യുക്രൈനിലെ റഷ്യയുടെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ കുറഞ്ഞ 6 പേർ കൊല്ലപ്പെട്ടതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്തിരുന്നു. ശക്തമായ സ്ഫോടനങ്ങൾ രാജ്യത്തുടനീളം നടന്നതായും അൽ ജസീറയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. യുക്രൈൻ്റെ ഡ്രോണുകൾ റഷ്യയിലെ നിരവധി തന്ത്രപ്രധാന ബോംബർ വിമാനങ്ങൾ നശിപ്പിച്ചതിന് പിന്നാലെ തിരിച്ചടിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വഴി റഷ്യൻ പ്രസിഡന്റ് പുടിൻ യുക്രൈനെ അറിയിച്ചിരുന്നു. തുടർന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി മുതലാണ് റഷ്യ തിരിച്ചടിച്ചു തുടങ്ങിയത്.